നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് ഇതുവരെ പുറത്തുവന്ന വാർത്തകളുടെ സമഗ്ര റിപ്പോർട്ടുകളാണ് വാർത്താസന്ധ്യ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ആദ്യ വാർത്തയിലേക്ക്. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയ ഡോക്ടർ ശശി തരൂർ എംപിയെ കൈവിട്ട് KPCC അധ്യക്ഷൻ K സുധാകരനും AICC നിർദ്ദേശപ്രകാരം ശശി തരൂരിനോട് സംസാരിച്ച K സുധാകരൻ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കാൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഡോക്ടർ ശശി തരൂരിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചപ്പോൾ തരൂരിനോട് മൃദു നിലപാടായിരുന്നു നേരത്തെ K സുധാകരന്റേത്. ഡോക്ടർ ശശി തരൂരിന് നല്ല ഉപദേശം നൽകിയെന്നായിരുന്നു മാധ്യമങ്ങളോട് K സുധാകരന്റെ പ്രതികരണം. വ്യക്തികൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാകാം, പക്ഷേ പാർട്ടി തീരുമാനമാണ്, പാർട്ടി അഭിപ്രായമാണ്. അത് ഔദ്യോഗികമായി ഔപചാരികമായി നമ്മൾ അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല. അതൊക്കെ പാർട്ടി നിശ്ചയിക്കട്ടെ. ഹൈക്കമാൻഡൊക്കെ വളരെ പ്രാപ്തിയുള്ള കഴിവുള്ള നേതാക്കന്മാരുടെ കൈകളിലാണ് ഈ പാർട്ടി ഉള്ളത്. അത് അവർ ചിന്തിച്ചോട്ടെ, അവർ ആലോചിച്ചോട്ടെ, അവർ തീരുമാനമെടുത്തോട്ടെ. ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായമില്ല. ഞാൻ പറയേണ്ട കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് ശശി തരൂറിന്. വ്യക്തിപരമായി ഞാൻ എൻ്റെ സ്വാതന്ത്ര്യമെല്ലാം എടുത്ത് നല്ല ഉപദേശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതിനിടെ CPIM-നെ നരഭോജി എന്ന് വിശേഷിപ്പിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ശശി തരൂർ പിൻവലിച്ചതും വിവാദമായി. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഓർമ്മദിനമായി ഇന്ന് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് തരൂർ പിൻവലിച്ചത്. CPIM-നെ പരാമർശിക്കാതെയാണ് തരൂരിന്റെ പുതിയ പോസ്റ്റ് വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തും തത്സമയം ചേരുകയാണ്. ഷഫീദ്, ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ലേഖനം, അതിന്റെ വിവാദം അത് കെട്ടടങ്ങുന്നില്ല. നിലവിൽ ഇപ്പോൾ KPCC അധ്യക്ഷൻ K സുധാകരനും പരസ്യമായി തരൂരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെട്ടു എന്ന സൂചനകൾ കൂടി ബലപ്പെടുന്നുണ്ട്. പക്ഷേ അതേസമയം തരൂരിന്റെ നിലപാട് എന്താണ് എന്നതിൽ ഒരു കൃത്യമായ വ്യക്തതയില്ല. ആ സമയത്താണ് ഈ പുതിയ FB പോസ്റ്റ്, ആദ്യത്തെ പോസ്റ്റ് പിൻവലിച്ച് CPIM-നെതിരുള്ള പരാമർശം പിൻവലിച്ച് ഒരു പുതിയ പോസ്റ്റ് തരൂർ ഇടുമ്പോൾ എന്താണ് അതിലൂടെ വ്യക്തമാക്കേണ്ടത്? ഏത് രീതിയിൽ അതിനെ വായിക്കണം? ഇടതുപാളയത്തേക്ക് അടുക്കുന്നുണ്ടോ തരൂർ എന്ന സംശയം ബലപ്പെടുന്നുണ്ടോ ഷഫീദ്? സ്വാഭാവികമായും അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ, രാഷ്ട്രീയ വിലയിരുത്തലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചെറുതല്ലാത്ത തലവേദനയാണ് വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ ലേഖന വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉണ്ടായത്. കോൺഗ്രസിൽ, അതായത് സംസ്ഥാന കോൺഗ്രസിൽ വേണ്ടത്ര പരിഗണന തനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ശശി തരൂരിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം അതടക്കമുള്ള കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശശി തരൂർ തന്നെ കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതമാണ് ലേഖന വിവാദം എന്നുള്ള അഭിപ്രായം കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾക്കുണ്ട്. ഇതിന് പിന്നാലെയാണ് AICC നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ശശി തരൂരിനോട് KPCC അധ്യക്ഷനായിട്ടുള്ള K സുധാകരൻ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ഈ ലേഖന വിവാദം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും വഴിവെച്ചു. മാത്രമല്ല, ഈ വിഷയത്തിൽ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കണം എന്നുള്ള കാര്യം കൂടി KPCC അധ്യക്ഷൻ K സുധാകരൻ ശശി തരൂരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതടക്കമുള്ള കോൺഗ്രസിലെ വിവാദങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ, ഇങ്ങനെ തുടരുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആദ്യം ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ട് ശശി തരൂർ ആദ്യം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കാർഡടക്കം പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞത് CPM നരഭോജികൾ കൊലപ്പെടുത്തിയ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനം എന്നുള്ളതായിരുന്നു. എന്നാൽ അതിനുശേഷം ആ CPM എന്നുള്ള പ്രയോഗവും നരഭോജി എന്നുള്ള പ്രയോഗവും ഒക്കെ മാറി കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഓർമ്മകൾ എന്നടക്കമുള്ള കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള സാധാ കുറിപ്പായി അത് മാറി എന്നുള്ളതും പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇടതുപാളയത്തേക്ക് ശശി തരൂർ അടുക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടി എക്സാഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ വിശകലനമാണെങ്കിൽ കൂടി ഈ ഒരു ഘട്ടത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് ശശി തരൂർ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, തനിക്ക് സംസ്ഥാന കോൺഗ്രസിൽ പ്രവർത്തക സമിതി അംഗമായിട്ടും തനിക്ക് ലഭിക്കേണ്ട പരിഗണന ലഭിക്കാത്ത വിഷയമടക്കം ദേശീയ നേതൃത്വവുമായി അകൽച്ചയിൽ നിൽക്കുന്ന ശശി തരൂരിന് എങ്ങനെയെങ്കിലും ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. മാത്രമല്ല, തനിക്ക് കൃത്യമായ പരിഗണന ഉറപ്പാക്കുകയും വേണം. ഇത്തരം ചില രാഷ്ട്രീയ നീക്കങ്ങൾ അതിന് സഹായിക്കും എന്നുള്ള വിലയിരുത്തൽ ശശി തരൂരുമായി അടുത്ത ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സംസ്ഥാന കോൺഗ്രസ് അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. ഇപ്പോൾ K സുധാകരൻ ഇന്നലെയൊക്കെ മയപ്പെടുത്തിയ നിലപാടാണെങ്കിൽ അദ്ദേഹം ഇന്ന് കുറച്ചുകൂടി ഷാർപ്പാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ കോൺഗ്രസിലെ സെക്കൻഡ് ജനറേഷൻ ലീഡേഴ്സ്, അതായത് മാത്യു കുഴൽനാടനും അടക്കമുള്ള യൂത്ത് ലീഡേഴ്സ് ആ വിഷയത്തിൽ ശശി തരൂരിനെതിരെ നിലപാട് ഘടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. പുതിയ ചില വിവാദങ്ങൾ, ചില രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾ അത് വരും മണിക്കൂറുകൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് LDF-നെ കൃത്യമായി ഇതിൽ വിമർശിക്കുക കൂടി ചെയ്യുന്നുണ്ട് ശശി തരൂർ. പക്ഷെ അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾ. തരൂരിനെതിരെ ഇപ്പോൾ KPCC കൂടി രംഗത്ത് വരികയാണ്. പക്ഷെ ആ സമയത്താണ് ഇതിൽ CPM-നെ വിമർശിച്ചുള്ള ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ തരൂർ കുറിച്ചത് എന്നതും ഈ ഘട്ടത്തിലെ, ഈ മണിക്കൂറിലെ ശ്രദ്ധേയമായ വാർത്തയായി മാറുന്നുണ്ട്.
ഡോക്ടർ ശശി തരൂർ MP-യുടെ ലേഖനം കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നാണ് നേതാക്കൾ തന്നെ തുറന്നു സമ്മതിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തരൂർ അനാവശ്യ വിവാദം ഉണ്ടാക്കിയെന്നാണ് കുറ്റപ്പെടുത്തൽ. എന്നാൽ തരൂരിനുള്ള പിന്തുണ ആവർത്തിക്കുകയാണ് മറുഭാഗത്ത് CPIM. ഡോക്ടർ ശശി തരൂർ MP-യുടെ ലേഖനമുണ്ടാക്കിയ തലവേദനയിലാണ് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലേഖനം അണികളിൽ അനാവശ്യ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നാണ് കോൺഗ്രസിനുള്ളിലെ പൊതുവികാരം. അദ്ദേഹം വികാരം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനത്തെ ലേഖനം പ്രസിദ്ധീകരിക്കില്ലായിരുന്നു. കാരണം സാധാരണ പ്രവർത്തകരാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ, അവരാണ് സ്ഥാനാർത്ഥികൾ, നേതാക്കന്മാരല്ല. ഇവിടെയും ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് തരൂരിൻ്റെ ഈ നയം തിരുത്തണമെന്ന് ഹൈക്കമാൻഡ് ഒരു പക്ഷേ നിർദ്ദേശം കൊടുത്തിരിക്കാം. ഏതായാലും അദ്ദേഹം നിലപാട് തിരുത്തി പാർട്ടി ലൈനോടൊപ്പം നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുൻപ് വിവാദമുണ്ടായ സമയത്തെല്ലാം ശശി തരൂരിനെ പിന്തുണച്ച നേതാക്കളും ഇപ്പോൾ പരസ്യമായി തരൂരിനെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നില്ല. ശശി തരൂർ തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് മാത്യു കുഴൽനാടൻ. കേന്ദ്ര സർക്കാർ ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം റാങ്കിങ്ങിൽ നമ്പർ 1 ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഈ സർക്കാരിന്റെയും ഈ വ്യവസായ മന്ത്രിയുടെയും ഒരു പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ്. ആ ഭാഗം തരൂർ ഡ്രോ ചെയ്തത് മിസ്ലീഡിംഗ് ആയിപ്പോയി. വ്യവസായങ്ങളെ വെള്ളപുതച്ചവർക്ക് ശുദ്ധിപത്രം നൽകുന്നത് ആരാച്ചാർക്ക് അഹിംസ അവാർഡ് നൽകുന്നത് പോലെയാണെന്നായിരുന്നു കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിലെ വിമർശനം. എന്നാൽ വിവാദത്തിൽ ശശി തരൂരിനുള്ള പിന്തുണ ആവർത്തിക്കുകയാണ് CPIM നേതാക്കൾ. ഞങ്ങൾക്കതിൽ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ശരി പറയുന്നത് എങ്ങനെയായാലും ആരായാലും അത് അംഗീകരിക്കുക. ആ അർത്ഥത്തിൽ ശശി തരൂർ പറഞ്ഞ ശരി ഞങ്ങൾ അംഗീകരിക്കും. ഡോക്ടർ ശശി തരൂരിന്റെ നിലപാടിനെ പിന്തുണച്ചായിരുന്നു CPIM-ന്റെയും CPI-യുടെയും മുഖപത്രങ്ങളായ ദേശാഭിമാനിയിലെയും ജനയുഗത്തിലെയും ലേഖനങ്ങൾ. വിവാദത്തിൽ ശശി തരൂരിനെ പൂർണ്ണമായും പിന്തുണച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി. 24 തിരുവനന്തപുരം. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് മോഷണ കേസ് പ്രതി റിജോ ആന്റണിയുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. പ്രതിയുടെ വീട്ടിലും ഫെഡറൽ ബാങ്ക് ശാഖയിലും റിജോ പണം തിരികെ നൽകിയ സുഹൃത്തിന്റെ വീട്ടിലുമാണ് തെളിവെടുപ്പ് നടത്തിയത്. മോഷ്ടിച്ച തുകയിൽ 14,90,000 രൂപ കണ്ടെത്തി. പ്രദേശവാസിയായ സ്ത്രീയുടെ മൊഴിയാണ് റിജോയെ കുടുക്കിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മോഷണം ആസൂത്രണം ചെയ്തതിന് പിന്നാലെ സുഹൃത്തുക്കളുമായി പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന റിജോ ആന്റണിയുടെ ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടു. ഒരിക്കലും പിടിവീഴില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പ്രതി. പക്ഷേ CCTV ദൃശ്യങ്ങളും പ്രദേശവാസിയായ സ്ത്രീയുടെ മൊഴിയും റിജോയെ കുടുക്കി. ഒടുവിൽ കുറ്റമേറ്റു പറഞ്ഞ റിജോ പോലീസിന് മുന്നിൽ വിങ്ങിപ്പൊട്ടി. ബാങ്ക് ജീവനക്കാർ ചെറുത്തിരുന്നുവെങ്കിൽ മോഷണം നടക്കില്ലായിരുന്നുവെന്നാണ് റിജോയുടെ മൊഴി. പ്രതിയുടെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ 12 ലക്ഷം രൂപ കണ്ടെത്തി. റിജോയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് 2.9 ലക്ഷം രൂപയും കത്തിയും ലഭിച്ചു. 10,000-ഓളം രൂപ പ്രതി ചെലവാക്കിയെന്നാണ് പോലീസിനോട് പറഞ്ഞത്. 4 ദിവസം മുൻപ് ബാങ്കിലെത്തിയ റിജോ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ബാങ്കിൽ കാര്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്നുറപ്പിച്ച ശേഷമാണ് മോഷണം നടത്തിയത്. ആഡംബര ജീവിതത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ റിജോ ബാങ്ക് കൊള്ളയടിച്ചെന്നാണ് നൽകിയിരിക്കുന്ന മൊഴി. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും. 24 തൃശൂർ. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. കേന്ദ്ര വായ്പയുടെ വിനിയോഗവും തുക ചെലവഴിക്കാൻ സമയം നീട്ടിച്ചോദിക്കുന്നതും ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീയത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീയത്ത്, മുണ്ടക്കൈ ചൂരൽമല ആ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പുനരധിവാസം, അതിൽ കേന്ദ്രം അനുവദിച്ച വായ്പ, അത് ഏത് രീതിയിൽ സമയബന്ധിതമായി വിനിയോഗിക്കണം എന്നതൊക്കെയുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? അന്തിമ തീരുമാനം ഉണ്ടായിട്ടുണ്ടോ യോഗത്തിൽ? പ്രജിൻ, വൈകുന്നേരം 5 മണിക്ക് ആരംഭിച്ച യോഗം അല്പം മുമ്പാണ് സമാപിച്ചത്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉള്ള സർക്കാർ നടപടികളുടെ ഒരു പൊതു അവലോകനവും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ അനുവദിച്ച വായ്പാ തുക എങ്ങനെ വിനിയോഗിക്കണം, പ്രത്യേകിച്ചും 1.5 മാസക്കാലം മാത്രമേ ഇനി സാമ്പത്തിക വർഷം തീരാൻ ബാക്കിയുള്ളൂ. ഈ സാമ്പത്തിക വർഷത്തിന് മുമ്പ് പണം ചെലവഴിക്കണമെന്ന നിബന്ധനയോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ 529.50 കോടി രൂപ വായ്പയായിട്ട് അനുവദിച്ചത്. ഈ വായ്പാ തുക അനുവദിക്കുന്ന കാര്യത്തിൽ, ഈ വായ്പാ തുക എങ്ങനെ വിനിയോഗിക്കണമെന്ന കാര്യത്തിൽ രാവിലെയും സെക്രട്ടറി തലത്തിൽ മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തി. അതിനുശേഷമാണ് ഉന്നതതല
യോഗം 5 മണിക്ക് ചേർന്നത്. ഇപ്പോൾ യോഗ തീരുമാനങ്ങൾ അല്പസമയത്തിനകം നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും തുക വിനിയോഗവുമായി ബന്ധപ്പെട്ട് 1-2 ഓപ്ഷനുകൾ സർക്കാരിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ഒന്ന് ഫണ്ട് പാർക്ക് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. മറ്റൊന്ന് കേന്ദ്ര സർക്കാരിനെ ഇതിൽ ഇളവ് നേടി സമീപിക്കുക എന്നതാണ്. ഇതിലേത് മാർഗ്ഗമാണ് സർക്കാർ തിരഞ്ഞെടുത്തത് എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം വിവരം നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, ശ്രീത്താണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ട പെരുന്നാട് CITU പ്രവർത്തകൻ ജിതിൻ വധക്കേസിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിൽ. മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ 5 പ്രതികളെ ആലപ്പുഴയിലെ നൂർനാട് നിന്നാണ് പോലീസ് പിടികൂടിയത്. കൊലപാതകത്തിനു പിന്നിൽ RSS ആണെന്ന നിലപാടിലാണ് ഇപ്പോഴും CPIM. ജിതിനെ കുത്തിയ മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ 5 പ്രതികളെയാണ് ഇന്ന് ഉച്ചയോടെ പോലീസ് നൂറനാട് നിന്ന് പിടികൂടിയത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു. ഈ ആയുധങ്ങളാണ് കൊലയ്ക്ക് ഉപയോഗിച്ചതെന്ന് ഉറപ്പുവരുത്തും. കേസിലെ പ്രതിയായ ആരോമലും ജിതിന്റെ ബന്ധുവായ അനന്തു അനിലും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ഒടുവിൽ അക്രമത്തിലേക്കും അരുംകൊലയിലേക്കും എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. FIRൽ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്ന് പരാമർശമില്ല. CITU പ്രവർത്തകനായ ജിതിനെ കൊലപ്പെടുത്തിയത് RSS ആണെന്ന് CPIM ആരോപിക്കുന്നു. ഇവർ രാഷ്ട്രീയ കൊലപാതകമായതുകൊണ്ടാണല്ലോ ഇവർ പ്ലാൻ ചെയ്ത് ഇവരുടെ കയ്യിൽ വാളും ആയുധങ്ങളും എല്ലാം ഉണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായി തന്നെ ഒരു അവിടെ കൊലപാതകം നടത്താൻ തന്നെ വന്നതാണ്. ആരോപണം തള്ളി BJP ജില്ലാ പ്രസിഡന്റ് VS സൂരജ് രംഗത്തെത്തി. പെരുന്നാട്ടിൽ ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. ജിതിന്റെ കൊലപാതകത്തെ തുടർന്ന് സംഘർഷ സാധ്യതയുള്ള മേഖലകളിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. റാന്നി DYSPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്നോ നാളെയോ കോടതിയിൽ ഹാജരാക്കും. 24 പത്തനംതിട്ട. വെൽക്കം ബാക്ക്. വാർത്താസന്ധിയിലേക്ക് തിരികെ മറ്റ് വാർത്തകളിലേക്ക് കിടക്കുകയാണ്. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയിലേക്ക് ആദ്യം പോകാം. കുട്ടനാട് MLA തോമസ് കെ തോമസ് NCP സംസ്ഥാന അധ്യക്ഷനാകും. ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ മുംബൈയിൽ ചേർന്ന യോഗത്തിലാണ് ഈ ധാരണ. പ്രഖ്യാപനത്തിന് മുന്നോടിയായി കേന്ദ്ര നിരീക്ഷകനെ കേരളത്തിലേക്ക് അയക്കാനും ശരത് പവാർ തീരുമാനിച്ചിട്ടുണ്ട്. PC ചാക്കോ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചതിനു ശേഷമുള്ള സാഹചര്യം വിലയിരുത്താനാണ് ചാക്കോയെയും AK ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയും ശരത് പവാർ മുംബൈക്ക് വിളിപ്പിച്ചത്. 3 മണിക്കൂറോളം യോഗം നീണ്ടു. രാജിയിൽ മനംമാറ്റമുണ്ടോ എന്ന് പവാർ ചാക്കോയോട് ചോദിച്ചു. ഇല്ലെന്നു മറുപടി. മന്ത്രിമാറ്റത്തിലടക്കം പാർട്ടി തീരുമാനം നടക്കാതെ പോയതിലെ നീരസം PC ചാക്കോ ധരിപ്പിച്ചു. പുതിയ അധ്യക്ഷനാവാനുള്ള താൽപര്യം പിന്നാലെ തോമസ് കെ തോമസ് തന്നെയാണ് യോഗത്തിൽ അറിയിച്ചത്. AK ശശീന്ദ്രനും പിന്താങ്ങിയതോടെ പവാറും ആ ധാരണയോട് അനുകൂല നിലപാടെടുത്തു. എന്നാൽ പ്രഖ്യാപനത്തിന് മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് ചാക്കോ വാദിച്ചു. ഇതോടെ മുൻ മന്ത്രി മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാവുമായ ജിതേന്ദ്ര അവാദിനെ കേരളത്തിലെത്തി യോഗം വിളിച്ച് തീരുമാനം പ്രഖ്യാപിക്കാൻ പവാർ ചുമതലപ്പെടുത്തി. ഇന്നത്തെ യോഗശേഷം പ്രതികരിക്കാൻ PC ചാക്കോ തയ്യാറായില്ല. മീറ്റിംഗിനെ കുറിച്ച് ഒന്ന് പറയാമോ? എന്തായിരുന്നു മീറ്റിംഗിന്റെ കാര്യം? തോമസ് കെ തോമസ് ആവട്ടെ സന്തോഷം മറച്ചുവെച്ചില്ല. ഒരുപാട് പേരൊന്നും പരിഗണിക്കുന്നില്ല. അല്ല, അദ്ദേഹം തീരുമാനിക്കട്ടെ. PC ചാക്കോ പിന്നെ റിസൈൻ ചെയ്തു, പവാർജി ആക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ നമുക്കറിയില്ല. നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ചെയ്താലും ഇല്ലെങ്കിലും അവിടെ വന്ന് പുതിയ അധ്യക്ഷൻ ചിലപ്പം അത് എന്താണെന്നുള്ള അവിടെ വന്നിട്ട് തീരുമാനിക്കും. അത് ആൾക്കാരുടെ അഭിപ്രായം എടുക്കട്ടെ, ആരാ വേണം. മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ട് നീങ്ങിയ തോമസ് കെ തോമസ് ഒടുവിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം കൊണ്ട് തൃപ്തനാവുകയാണ്. AK ശശീന്ദ്രനും തോമസ് കെ തോമസും ഒന്നായതോടെ സംസ്ഥാന തലത്തിൽ PC ചാക്കോ കൂടുതൽ പ്രതിരോധത്തിലുമായി. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചാ കേസ് പ്രതി റിജോ ആന്റണിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രതിക്ക് ജാമ്യം നൽകിയാൽ കുറ്റം ആവർത്തിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് പറഞ്ഞു. കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യവും പോലീസ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ചാലക്കുടിയിൽ നിന്നും നൽകുന്നതിന് കൂടുതൽ വിവരങ്ങൾ. വിഷ്ണു, പരമാവധി തെളിവുകൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. പക്ഷേ അത് മാത്രമല്ല, കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പോലീസ് എന്തുകൊണ്ട് പറയുന്നു? ഇപ്പോൾ ഈ റിമാൻഡ് കാലാവധി എത്ര ദിവസത്തേക്കാണ്? പ്രജിൻ, സാധാരണഗതിയിൽ റിമാൻഡ് കാലാവധി 14 ദിവസമാണ്. അതുതന്നെയാണ് ഈ കേസിലും ഉള്ളത്. നിലവിൽ കോടതി നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. നാളെ ആയിരിക്കും കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. നാളെ പ്രൊട്ടക്ഷൻ വാറന്റുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രതിയെ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വിടും. പോലീസ് പറയുന്നത് പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ ഇനി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഒപ്പം ഈ കേസിൽ മറ്റേതെങ്കിലും പ്രതികളുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കണമെന്ന് പോലീസ് പറയുന്നുണ്ട്. അത് 2ാം ഘട്ട അന്വേഷണം എന്ന രീതിയിലാണ് കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പരമാവധി
പരമാവധി റിക്കവറിയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. 12 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. 2,90,000 രൂപ ഈ സുഹൃത്തിന് നൽകിയ പൈസ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 10,000-ഓളം രൂപയാണ് ഇയാൾ ചിലവാക്കിയെന്ന് മനസ്സിലാക്കുന്നത്. അത് മറ്റാർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വിശദമായി കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും ചോദ്യം ചെയ്യുക. ഇന്ന് 3 എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. വീട്ടിലും അതോടൊപ്പം ഈ ക്രൈം സ്പോട്ടായ ബാങ്കിലും ഈ സുഹൃത്തിന്റെ വീട്ടിലും അങ്ങനെ 3 എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. അല്പസമയത്തിനകം തന്നെ പ്രതിയെ ജയിലിലേക്ക് മാറ്റും. ഈ അന്വേഷണം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ചാലക്കുടി പോലീസിന്റെ തീരുമാനം. കേസിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അടുത്ത അന്വേഷണ ഘട്ടം. വിഷ്ണു സുരേഷാണ് ചാലക്കുടിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. 8ാം ദിവസവും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുകയാണ് ആശാ വർക്കേഴ്സ്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സമരക്കാർ. ഇതിനിടെ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെതിരെ പോലീസ് കേസെടുത്തു. വേതന കുടിശ്ശിക അനുവദിക്കുക, ഹോണറേറിയം കൂട്ടുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കേഴ്സിന്റെ സമരം. സമരം 8ാം ദിവസം പിന്നിടുമ്പോഴും അനുകൂല നിലപാട് സ്വീകരിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. വ്യാഴാഴ്ച കേരളത്തിലെ മുഴുവൻ ആശാ വർക്കേഴ്സിനെയും സംഘടിപ്പിച്ച് മഹാസംഗമം സംഘടിപ്പിക്കും. 8ാമത്തെ ദിവസമാണ് ഈ വെയിലത്ത് വന്നിരിക്കുന്ന ഈ സർക്കാരിന് വേണ്ടി ഇത്രയും നാൾ പണിയെടുത്ത സ്ത്രീകൾ പറയുന്ന ഈ ഡിമാൻഡുകൾ കേട്ടത് പരിഹരിക്കാനുള്ളൊരു നടപടിയെടുക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ. പറഞ്ഞാൽ പണിയെടുക്കുന്നവൻ്റെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന സർക്കാരാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അവർ. ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ പോലീസ് കേസെടുത്തു. അനധികൃതമായി സംഘം ചേരൽ, വഴി തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വിശദീകരണം ആവശ്യപ്പെട്ട് പോലീസ് നേതാക്കൾക്ക് നോട്ടീസ് നൽകി. അവർ സമരങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ സമര നേതാക്കളെ അറസ്റ്റ് ചെയ്ത് അല്ലെ സമര നേതാക്കളെ കേസിൽപ്പെടുത്തി ഈ സമരത്തിൻ്റെ ശക്തി കുറയ്ക്കാമെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നടക്കത്തില്ല. അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ആളുകൾ വന്നിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ആശമാരും ഇവിടെ വരും. അതേസമയം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാകില്ലെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിലപാട്. വിഷയത്തിൽ ധനവകുപ്പിന്റെ നിലപാട് തേടിയിട്ടുണ്ട്. ധനവകുപ്പ് പച്ചക്കൊടി കാണിച്ചാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. വാർത്താസന്ധ്യയിലേക്ക് തിരികെ. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ആദ്യ വീട് കൈമാറി. 24 എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ് താക്കോൽദാനം നിർവഹിച്ചു. കണ്ണൂർ ചെറുപുഴ കോലുവള്ളിയിലെ ജെസ്സി സുരേഷ് ദമ്പതികൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കണ്ണൂർ ചെറുപുഴയിലെ ജെസ്സി സുരേഷ് ദമ്പതികളുടെ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരം. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്നൊരുക്കുന്ന 100 വീട് ഭവന പദ്ധതിയിലെ ആദ്യ വീടാണ് നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറിയത്. അർഹരായവർക്ക് കൈത്താങ്ങൊരുക്കാൻ കഴിയുന്നതിൽ അഭിമാനവും സന്തോഷവുമെന്ന് താക്കോൽദാനം നിർവഹിച്ച 24 എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ്. 24നെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹമായിട്ടുള്ളൊരു സമയമാണ്. 100 വീടുകളാണ് നമ്മൾ നിർമ്മിച്ചു നൽകുന്നത്. അതിപ്പോൾ കണ്ണൂരിലെ ചെറുപുഴയിൽ കോലുവള്ളിയിലാണ് ആദ്യത്തെ മനോഹരമായിട്ടുള്ള ഈ മലയോര ഗ്രാമത്തിലാണ് ആദ്യത്തെ വീട് നൽകുന്നത്. അഭിമാനാർഹമായ നേട്ടമാണ്. മാധ്യമപ്രവർത്തനം ഓഫീസിലിരുന്ന് അല്ലെങ്കിൽ ചാനലിലിരുന്ന് പ്രവർത്തിക്കുക മാത്രമല്ല, താഴോട്ട് ഇറങ്ങി വന്ന് പാവപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളൊരു ദൗത്യം കൂടിയാണ് 24 ഏറ്റെടുത്തത്. വാടക വീട്ടിൽ നിന്ന് ജെസ്സിയും സുരേഷും ഇനി സ്വന്തം വീടിന്റെ തണലിലേക്ക്. ഇത്രയും സ്വപ്നമല്ല ഇങ്ങനെ വര കിട്ടാന്ന് പറയുന്നത് തന്നെ. ഇതിന് സഹകരിച്ചവർക്കും 24നും എല്ലാവർക്കും വളരെയധികം നന്ദി. 24 കണക്ട് റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേലിക്കര, കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ഷൈബി എന്നിവരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നിർവഹിച്ചത്. അത് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് പഞ്ചായത്ത്, വില്ലേജ്, ഇവിടെ നിന്നൊക്കെയുള്ള സഹകരണമാണ്. നമ്മളെ പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടന്നു. അതുകൊണ്ടാണ് നമുക്ക് വീട് പറയുന്ന സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അതിന് പ്രത്യേകം നന്ദി പറഞ്ഞേ പറ്റൂ. ഭവന പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 100 വീടുകളാണ് നിർമ്മിക്കുന്നത്. മറ്റിടങ്ങളിലെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 24 കണ്ണൂർ. കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇതോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുന്നു.